ഞാൻ ഡോക്ടർ ഹർഷാപ്പോൾ ആയുപ്രകാശ് വൈദ്യശാല. ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. തലച്ചോറിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന അസാധാരണത്വമാണ് ഓട്ടിസം. അഥവാ നാഡീപരമായ തകരാറുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടിസം എന്ന വൈകല്യത്തിന് കാരണം. അപ്പൊ ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ആ കുഞ്ഞിന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ കുട്ടിയുടെ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോണിൽ ഉണ്ടാകുന്ന ഡിലേ തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. എങ്കിൽ മാത്രമേ നമുക്കത് തുടക്കം മുതൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോണിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് കുട്ടി നടക്കേണ്ട പ്രായമാകുമ്പോൾ നടക്കാതെ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ നടക്കാൻ ഡിലേ ആവാം. അപ്പം അത് നമ്മൾ നോട്ടീസ് ചെയ്യണം. മാത്രമല്ല, സംസാരിക്കേണ്ട സമയമാകുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ കുട്ടികൾ ഒരു വയസ്സാകുമ്പോൾ ഒരു വാക്കെങ്കിലും നമ്മൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ 2 വയസ്സാകുമ്പോൾ 2 വാക്ക്, 3 വയസ്സാകുമ്പോൾ 3 വാക്ക്, അങ്ങനെ അത് ചേർത്ത് 4-5 വയസ്സാകുമ്പോൾ അത് സെന്റൻസ് ആയിട്ട് കുട്ടികൾ പറഞ്ഞു തുടങ്ങും. അപ്പൊ അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി അതിൽ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവരുടെ മാതാപിതാക്കന്മാര് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കണ്ടീഷൻ ആദ്യം തൊട്ടേ കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഈ ഓട്ടിസം എന്ന വൈകല്യത്തിന്റെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് കുട്ടി തൻ്റെതായിട്ടുള്ള ലോകത്ത് മുഴുകിയിരിക്കുക. വേറെ പുറത്തെ കാര്യങ്ങളൊന്നും, അതായത് പുറത്ത് ഇപ്പോൾ ഒരാൾ വന്ന് ഫേസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് കാണപ്പെടുക. അതുപോലെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുക, അതും ഒരു ലക്ഷണമാണ് ഇതിൻ്റെ. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ അത് നിരനിരയായിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ കൈകളും അതുപോലെ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേക രീതിയിൽ ചലിപ്പിക്കാം. അതുമാത്രമല്ല പിന്നെ പ്രത്യേകതരം പ്രയോഗങ്ങളും സൗണ്ടുകളും ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുക. ശാരീരികവും മാനസികവുമായുള്ള അവസ്ഥ മനസ്സിലാക്കി അതിന് അനുയോജ്യമായുള്ള ഔഷധക്കൂട്ടുകളും കൃതപ്രയോഗങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ലഭ്യമാണ്. എല്ലാവർക്കും ഈ ഓട്ടിസത്തെ പറ്റിയുള്ള അറിവ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.